ഇതിങ്ങനെ തുറക്കണം. ഇത് ക്ലീനിങ്ങിന് വേണ്ടിയാണ്. ആദ്യം തന്നെ പറഞ്ഞു തരുന്നത് ക്ലീനിങ്ങാണ്. അപ്പം ഇതിങ്ങനെ തുറക്കുക, ഈ ഡ്രൈ തുറന്നതിന് ശേഷം ഇതൊരു കറുത്ത ഫിൽറ്റർ പിടിയിരിപ്പുണ്ട്. ഇതിങ്ങനെ ഇടത്തോട്ട് തിരിച്ച് ഫുള്ളായിട്ട് ഊരിയെടുക്കണം. ഇതെന്തിനൊക്കെയാണ് ഊരുന്നതെന്ന് വെച്ചാൽ 3 കാരണങ്ങൾക്ക് വേണ്ടിയാണ് ഊരേണ്ടത്. ഒന്ന്, പിന്നെ കോയിന് അതുപോലത്തെ എന്തെങ്കിലും കയറി ബ്ലോക്കായി വേസ്റ്റ് വെള്ളം വെളിയിലോട്ട് പോകുന്നില്ല എന്ന് കാണുകയാണെങ്കിൽ ആ ഫിൽറ്റർ ഊരി ക്ലീൻ ചെയ്യണം. 2, പിന്നെ കറണ്ട് പോയി. ഇപ്പം 2-3 ദിവസത്തേക്കാണ് ഓടിക്കൊണ്ടിരുന്നപ്പോൾ കറണ്ട് പോയത്. കറണ്ട് പോയിട്ട് വന്നു കഴിഞ്ഞാൽ ആദ്യം തൊട്ട് എവിടെ വെച്ചാണോ നിന്നേക്കുന്ന അവിടെ തൊട്ട് ബാക്കി നടന്നു. ഇപ്പോൾ വന്നില്ല, 1 ദിവസമായി 2 ദിവസമായി കറണ്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഫുള്ള് വെള്ളം കളയണം. 3-മത്തേത്, ഓരോ 2 മാസം കൂടുമ്പോൾ ഈ ഫിൽറ്റർ ഊരി ക്ലീൻ ചെയ്യണം, കഴുകിയിട്ട് തിരിച്ചു കയറ്റിയിടണം. അപ്പം നമ്മൾ എന്തിനാണ് ഇപ്പോൾ സ്റ്റാൻഡ് വെച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, അടിയിലേക്ക് ഒരു പാത്രം കയറ്റി വെച്ചിട്ട് വെള്ളം പിടിക്കാനും അടിവശം തൂക്കാനും തുടയ്ക്കാനും എല്ലാം പറ്റും. ഇപ്പൊ കറണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് വെള്ളം കളയാം. കളഞ്ഞതിന് ശേഷം ഈ വണ്ടിയെ പിടിച്ച് നേരെ താഴോട്ട് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡോറ് തുറന്ന് തുണി എടുക്കാം. മനസ്സിലായോ? അല്ലാത്ത പക്ഷം നമുക്ക് ഡോറ് തുറന്ന് തുണി എടുക്കാൻ പറ്റില്ല. ഇപ്പൊ കറണ്ട് പോയി 1-2 ദിവസമായി കറണ്ട് വന്നായിരുന്നെങ്കിൽ കണ്ടിന്യൂസ് കിടക്കും. വന്നില്ല എന്നുണ്ടെങ്കിൽ അടിയിലെ ഫിൽറ്ററിൽ വെള്ളം കളയുക. അതിനുശേഷം ആ വണ്ടിയെ പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡോറ് തുറന്ന് വെളിയിൽ ഇറക്കാൻ പറ്റും. ഓക്കെ. പിന്നെ ഇവിടം, ഈ ഗ്ലാസിന്റെ ഇവിടം ഓരോ വാഷിംഗ് കഴിയുമ്പോൾ തന്നെ തുടച്ചു കളയണം. ഇവിടവും ഇങ്ങനെ അകത്തി പിടിച്ച് തുടച്ചു കളയണം. മറിക്കണം. ഇവിടവും ഇങ്ങനെ അകത്തി പിടിച്ച് ഇവിടവും തൂത്ത് കളയണം, ഇവിടവും തൂത്ത് കളയണം. തൂത്ത് കളഞ്ഞില്ലെങ്കിൽ എന്തൊക്കെ കംപ്ലൈന്റ് വരിക എന്ന് വെച്ചാൽ, 1, ഈ റബ്ബർ കരിമ്പിനടിച്ചു പോകും. 2, കീറല് സംഭവിക്കും. 3, ഫ്രണ്ടിൽ കൂടെ വെള്ളം ലീക്ക് ഉണ്ടാവും. ഈ 3 കാരണങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ടേംസ് ആൻഡ് കണ്ടീഷൻ അപ്ലൈ എന്ന് എഴുതിയിട്ടുണ്ട്. അതായത് ഈ റബ്ബറിന് ഡാമേജ് പറ്റുകയോ കരിമ്പിനടിക്കുകയോ കീറല് സംഭവിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വാറണ്ടി ഉണ്ടായിരിക്കുന്നതല്ല. അത് ഓർത്ത് വെച്ചോളൂ. അപ്പോൾ നമ്മൾ ഓരോ വാഷിംഗ് കഴിയുമ്പോഴും ഇവിടവും തൂക്കണം, അതും ഉണക്കി വെക്കണം. മനസ്സിലായോ? ഇനി ഇതാണ് മെയിനായിട്ട് ക്ലീനിങ്ങിന്റെ വരുന്നത്. ക്ലീനിങ്ങിന്റെ ഇതാണ് മെയിനായിട്ട് വരുന്നത്. ഇനി ഡെയിലി യൂസ് ചെയ്യുന്ന പരിപാടികൾ. തുണി ഇടുന്നത് ഇതിൻ്റെ അകത്തോട്ടാണ്. തുണി ഇടുക എന്ന് പറയുമ്പോൾ കുത്തി നിറച്ച് ഇടരുത്. ഓരോന്ന് വീതം പരക്കി ഇടാൻ പാടുള്ളൂ. പിന്നെ കോയിന് അതുപോലത്തെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്തിട്ട് ഇടാൻ പാടുള്ളൂ. ഇങ്ങനെ ചുരുട്ടി ഇടാതെ ചുമ്മാ ഒന്ന് നിവർത്തിയിട്ട് കുടഞ്ഞിട്ട് നേരെ ചുമ്മാ കയറ്റി ഇട്ടാൽ മതി. ഇട്ടതിന് ശേഷം ഡോറ് ക്ലോസ് ചെയ്യുക. ഡോറ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ മെഷീൻ സ്റ്റാർട്ട് ചെയ്താലും വർക്ക് ചെയ്യുള്ളൂ. മനസ്സിലായോ? വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഡോർ ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. മെഷീൻ നിന്ന് കഴിഞ്ഞ് 2 മിനിറ്റ് മെഷീൻ നിന്ന് കഴിഞ്ഞ് അപ്പം തന്നെ ഡോർ തുറന്ന് തുണി എടുക്കാം. മനസ്സിലായോ? ഇൻ കേസ് 2 ദിവസത്തേക്ക് കറണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ അടിയിലെ ഫിൽറ്റർ ഊരി വെള്ളം കളഞ്ഞ് ഡ്യൂറൽ പഠിച്ച. മനസ്സിലായോ? തുണി ഇടുക, ഡോർ ക്ലോസ് ചെയ്യുക. അതിനുശേഷം ഈ ഡ്രൈ ഇങ്ങനെ തുറക്കുക. ഇതിൻ്റെ അകത്ത് 3 കള്ളികളാണ് വരുന്നത്. ഇതിൽ ഈ ഫസ്റ്റത്തെ കള്ളി എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയാന്ന് വെച്ചാൽ, മെഷീൻ്റെ അകത്ത് മെയിനായിട്ടും മെഷീൻ്റെ അകത്ത് ലിക്വിഡ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലായോ? സോപ്പ് പൊടി യൂസ് ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ടാണ് സോപ്പ് പൊടി യൂസ് ചെയ്യരുത്? പിന്നെ ഈ കടയിൽ കിട്ടുന്ന ഈ 5 ലിറ്റർ 6 ലിറ്ററിന്റെ ഒക്കെ ലിക്വിഡുകളുണ്ട്. അതുപോലത്തത് ലിക്വിഡ് അല്ല, കെമിക്കലാണ്. അതുപോലത്തെ ഉപയോഗിച്ചാൽ ഈ മെഷീൻ്റെ അത് കംപ്ലൈന്റ് ആണ്. ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കാൻ പറയുന്ന ലിക്വിഡുകൾ എന്ന് പറയുന്നത് ഞാൻ പേഴ്സണലി പറഞ്ഞു കൊടുക്കുന്ന 2 ഉള്ളൂ. ഒന്ന് ഈ കാണിക്കുന്ന IFBയുടെ ലിക്വിഡ്, 2ാമത് ആംബയുടെ ലിക്വിഡ് എന്ന് പറയും. ഇത് 2 സാധാരണ ഞാൻ കസ്റ്റമർക്ക് പേഴ്സണലി പറഞ്ഞു കൊടുക്കാറുള്ളൂ. കാരണം കംപ്ലൈന്റ് ഇല്ലാത്ത ലിക്വിഡുകളാണ്. ഓക്കെ. ഈ ലിക്വിഡ് അല്ലാതെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ, 1 കംപ്ലൈന്റ് വരിക എന്ന് പറഞ്ഞാൽ സെൻസറിന് കംപ്ലൈന്റ് ആവും. 2 ഇവിടെ മൊത്തം തുരുമ്പാവും, കളർ ഫീഡിങ് ഉണ്ടാവും, ഡ്രമ്മിന് കംപ്ലൈന്റ് ആവും. ഈ അകത്ത് തുണി ഇടുന്ന ഡ്രമ്മിന് കംപ്ലൈന്റ് ആവും. അതുകൊണ്ടാണ് ലിക്വിഡ് യൂസ് ചെയ്യാവുള്ളൂ എന്ന് പറയുന്നതിന്റെ കാരണം.
ഇതിന്റെ അകത്ത് നമ്മൾ എന്തിനാണ് ലിക്വിഡ് ഒഴിക്കേണ്ടത് എന്ന് വെച്ചാൽ, ഇതിനെന്തിനാണ് ലിക്വിഡ് ഒഴിക്കുന്നതെന്ന് വെച്ചാൽ, ഒത്തിരി ചെളിയുള്ള ഡ്രസ്സാണ് നമ്മൾ ഈ മെഷീന്റെ അകത്ത് ഇപ്പൊ ഇട്ടിരിക്കുന്നത് എങ്കിൽ നമുക്ക് ബക്കറ്റ് ഈ മുക്കി വെക്കില്ലേ, വെളിയിൽ ഈ ഒത്തിരി ചെളിയുള്ള ഡ്രസ്സുകൾ നമ്മൾ കുറച്ചു നേരം ബക്കറ്റ് മുക്കി വെക്കില്ലേ, അങ്ങനെ ബക്കറ്റ് മുക്കി വെക്കുന്നതിന് വരെ മെഷീന്റെ അകത്ത് മുക്കി വെക്കാൻ പറ്റും. അങ്ങനെ മുക്കി വെക്കുന്നുണ്ട്, ഇട്ടിരിക്കുന്ന ഡ്രസ്സിൽ ഒത്തിരി ചെളിയുണ്ട്, കുറച്ചു നേരം മുക്കി വെക്കുന്നുണ്ടെങ്കിൽ മാത്രം ഇതിനകത്ത് കുറച്ച് ലിക്വിഡ് ഒഴിക്കുക. അല്ലാത്ത പക്ഷം നിങ്ങൾ ഒഴിക്കേണ്ട ആവശ്യമില്ല. ഈ ഡ്രൈ ആണ് എപ്പോഴും കംഫർട്ട്, ടിഫിൻ ഷൈൻ, ഉജാല, അതായത് ഏറ്റവും അവസാനം നമ്മൾ പശു മുക്കത്തില്ലേ, കംഫർട്ട്, ടിഫിൻ ഷൈൻ, ഉജാല അങ്ങനത്തെ ചെയ്യുക. അതുപോലത്തെ ഇപ്പൊ ഇട്ടിരിക്കുന്ന ഡ്രസ്സിൽ മുക്കണം എന്നുണ്ടെങ്കിൽ ഇതിന്റെ അകത്ത് ഒഴിച്ചു കൊടുത്താൽ മതി. ഈ സെന്ററിലൊക്കെ ഒഴിക്കാതെ ഒഴിക്കുമ്പോൾ കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് വേണം ഇതിന്റെ അകത്ത് ഒഴിച്ചു വെക്കാൻ. ഒരു 3 സ്പൂൺ അല്ല 4 സ്പൂൺ വെള്ളത്തിൽ കലക്കിയിട്ട് ഒഴിച്ചു വെക്കാൻ പാടുള്ളൂ, അല്ലാതെ ഒഴിച്ചു വെക്കരുത്. വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തൂടെ ഇറങ്ങിപ്പോകില്ല. ഇതാണ് മെയിൻ ആയിട്ടുള്ള വാഷിങ്ങിന്റെ ഡ്രൈ. അതായത് നമ്മളെപ്പം മെഷീൻ ഓൺ ആക്കിയാലും ഈ ഡ്രൈക്കകത്ത് ലിക്വിഡ് ഒഴിച്ചിരിക്കണം. അതായത് മെയിൻ ആയിട്ട് അലക്കാനുള്ള ലിക്വിഡ് ഇതിന്റെ അകത്ത് ഒഴിക്കണം എന്നാണ് പറയുന്നത്. ഇതിന്റെ അകത്ത് ഒഴിക്കേണ്ട അളവ് എന്ന് പറഞ്ഞാൽ IFBD ആണ് 40 ml ആണ് ഫുള്ള് തുണിയുള്ളപ്പോൾ ഇതിന്റെ അകത്ത് ഒഴിക്കുന്നത്, ഒരളപ്പ്. അമ്മയുടെ ആണെങ്കിൽ 20 ml ആണ് ഇതിന്റെ അകത്ത് ഒഴിക്കുന്നത്. പിന്നെ ബാക്കിയുള്ള ലിക്വിഡുകളെല്ലാം നിങ്ങളുടെ സജസ്റ്റ് ആണ്, നമ്മൾ പറഞ്ഞു തരില്ല. ഓക്കെ, ക്ലോസ് ചെയ്യുന്നു. ക്ലോസ് ചെയ്തതിന് ശേഷം മെഷീന്റെ പവർ ബട്ടൺ ഓൺ ചെയ്യാം. മെഷീന്റെ പവർ ബട്ടൺ ഓൺ ചെയ്യുമ്പോൾ നമ്മൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സിനനുസരിച്ചുള്ള പ്രോഗ്രാമുകളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതിൽ ഏറ്റവും ഫസ്റ്റത്തത് എന്ന് പറയുന്നത് മിക്സ് ബാർ ഡെയിലി എന്നാണ് കാണിച്ചിരിക്കുന്നത്. മിക്സ് ബാർ ഡെയിലി എന്ന് പറഞ്ഞാൽ ഡെയിലി വിലക്കുന്ന പോളിസ്റ്റർ ഡ്രസ്സുകളും കോട്ടൺ ഡ്രസ്സുകളും ഒരുമിച്ചിട്ട് ഡെയിലി. ഇപ്പൊ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് മിക്സഡ് ആണ്, പോളിസ്റ്ററും ഉണ്ട് കോട്ടണും ഉണ്ട്. അപ്പോൾ ഏറ്റവും ആദ്യത്തെ പ്രോഗ്രാമായ മിക്സഡ് ഇട്ട് വാഷ് ചെയ്യാം. ഓക്കെ, രണ്ടാമത്തത് എന്ന് പറയുമ്പോൾ കോട്ടൺ ആണ്. കോട്ടൺ എന്ന് പറയുമ്പോൾ കോട്ടൺ പ്രോഗ്രാം, അതായത് ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ഫുള്ള് കോട്ടൺ ആണ്. ഇട്ടിരിക്കുന്ന ഡ്രസ്സ് കോട്ടൺ ആണെങ്കിൽ കോട്ടൺ പ്രോഗ്രാം ഇട്ട് നമുക്ക് വാഷ് ചെയ്യാം. ഓക്കെ, അതിന്റെ അടുത്തത് സിന്തറ്റിക്. സിന്തറ്റിക് എന്ന് പറഞ്ഞാൽ പോളിസ്റ്റർ ഡ്രസ്സുകൾ മാത്രം അലക്കാൻ വേണ്ടിയാണ്. ഓക്കെ, അതിന്റെ അടുത്ത് ബേബി വെയർ. ബേബി വെയർ എന്ന് പറഞ്ഞാൽ പിള്ളേരുടെ ഡ്രസ്സുകൾ വാഷ് ചെയ്യാൻ വേണ്ടി, 1 to 4 വയസ്സുള്ള പിള്ളേരുടെ ഡ്രസ്സുകൾ വാഷ് ചെയ്യാൻ വേണ്ടിയാണ്. അതിന്റെ അടുത്ത് റീഫ്രഷ് എന്ന് പറയും. റീഫ്രഷ് എന്ന് പറഞ്ഞാൽ നമുക്ക് റീഫ്രഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പൂപ്പിൽ പിടിച്ചിരിക്കുന്ന ഡ്രസ്സുകളൊക്കെ ഇല്ലേ, അതുപോലത്തെ ഡ്രസ്സുകൾ ഒന്ന് റീഫ്രഷ് ചെയ്തെടുക്കാൻ വേണ്ടിയാണ്. പിന്നെ ഇങ്ങോട്ട് വരികയാണ് മൈ IFB. മൈ IFB എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഡ്രസ്സുകൾ വാഷ് ചെയ്യാൻ വേണ്ടിയാണ്. ഓക്കെ, അത് വൈഫൈയും കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് പ്രോഗ്രാം ഉള്ളത്. പിന്നെ അതിന്റെ അടുത്ത് എക്സ്പ്രസ് എന്ന് പറയും. എക്സ്പ്രസ് എന്ന് പറഞ്ഞാൽ 1-2 ഡ്രസ്സുകൾ ജസ്റ്റ് വേർപ്പോണുള്ളൂ പെട്ടെന്ന് വാഷ് ചെയ്തെടുക്കാൻ വേണ്ടി. അതിന്റെ അടുത്ത് ബൾക്കി. ബൾക്കി എന്ന് പറഞ്ഞാൽ ബെഡ്ഷീറ്റ്, കർട്ടന് എന്നിവ അലക്കാൻ വേണ്ടിയാണ് ബൾക്കി എന്ന് പറയുന്നത്. അതിന്റെ അടുത്ത് ക്രാഡിൽ വാഷ്. ക്രാഡിൽ വാഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലേഡീസിന്റെ കല്ല് പതിപ്പിച്ച ഡ്രസ്സുകളൊക്കെ ഇല്ലേ, അതുപോലത്തെ ഡ്രസ്സുകൾ ജസ്റ്റ് തൊട്ടി ആട്ടുന്ന പോലെ ആട്ടി കഴുകി തരും. അതിൻ്റെ അകത്ത് ഉണക്ക് കുറവായിരിക്കും, അതാണ് ക്രാഡിൽ വാഷ് എന്ന് പറയുന്നത്. അതിന്റെ അടിയിലേത് സ്പിന്ന്. സ്പിന്ന് എന്ന് പറഞ്ഞാൽ വെളിയിൽ വെച്ച് അലക്കി വെളിയിൽ വെച്ച് ഊരി പിഴിഞ്ഞു ഇതിന്റെ അകത്തിട്ട് ഉണക്കണമെങ്കിൽ മാത്രം സ്പിൻ ചെയ്യാൻ വേണ്ടിയാണ് സ്പിന്നിങ് എന്ന് പറയുന്നത്. മനസ്സിലായോ? നമ്മളിപ്പോ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ഇപ്പൊ ഏതാണോ, ഇപ്പൊ ഞാൻ ഇട്ടാക്കുന്ന ഫുള്ള് പോളിസ്റ്റർ ആണെങ്കിൽ നമുക്ക് ഇടേണ്ട പ്രോഗ്രാം എന്ന് പറയുന്നത് സിന്തറ്റിക് ആണ്. ഇപ്പൊ ഇട്ടിരിക്കുന്നത് മിക്സഡ് ആണ്, അപ്പോൾ നമുക്ക് മിക്സഡ് സെലക്ട് ചെയ്യണം. മനസ്സിലായോ? മിക്സഡ് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മളിങ്ങനെ ഓരോ പ്രോഗ്രാം ഇങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ ഈ 3 പ്രോഗ്രാമിന്റെ ആദ്യം കാണിക്കുന്നത് AI എന്നായിരിക്കും ഡിസ്പ്ലേയിൽ. അതെന്താണെന്ന് വെച്ചാൽ സെൻസിങ് ഈ പ്രോഗ്രാമിൽ ഉണ്ടാവും എന്നാണ് അർത്ഥം. ഇപ്പൊ സെലക്ട് ചെയ്യുന്ന പ്രോഗ്രാമിൽ സെൻസിങ് ഉണ്ടാവും എന്ന് മെഷീൻ കാണിച്ചു തരുന്നതാണ് AI എന്ന് കാണിക്കുന്നത്. മനസ്സിലായോ? ബാക്കിയുള്ള പ്രോഗ്രാംസിൽ AI ഉണ്ടായിരിക്കുന്നതല്ല. ഈ 3 പ്രോഗ്രാംസിൽ മാത്രമാണ് AI ഉള്ളത്. മിക്സഡ്, കോട്ടൺ, സിന്തറ്റിക്. എയുടെ ഉപയോഗം മെഷീന്റെ അകത്ത് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ എടുക്കുന്ന വെള്ളത്തെയും ടൈമിന്റെയും വേരിയേഷൻ ഉണ്ടാക്കും. അതാണ് എയുടെ പ്രത്യേകത.
എ കഴിഞ്ഞ് തൊട്ടടുത്ത് കാണിക്കുന്ന ഈ മിക്സഡ് എന്ന് പറയുന്ന പ്രോഗ്രാമിന്റെ ടൈമാണ് കാണിക്കുന്നത്. 1 മണിക്കൂറാണ് മിക്സഡ് എന്ന് പറയുന്ന പ്രോഗ്രാമിൽ അലക്കി ഉരുപ്പിഴിഞ്ഞ് ഉണങ്ങി കിട്ടാൻ. മനസ്സിലായോ? അതിന്റെ അടുത്ത് ടൈം കഴിഞ്ഞ് മിഷൻ കാണിക്കുന്നത് kg ആണ്, കിലോ. നമുക്ക് എല്ലാ പ്രോഗ്രാമിലും ഈ 8 കിലോ ഇട്ട് അലക്കാൻ പറ്റില്ല. നമുക്ക് ഇടാൻ പറ്റുന്ന, അതായത് ഈ പ്രോഗ്രാമിൽ ഇടാൻ പറ്റുന്ന വെയിറ്റ് എത്രയാണെന്ന് മിഷൻ കാണിക്കുന്നുണ്ട്. 5 കിലോ ഈ പ്രോഗ്രാമിൽ ഇട്ട് വാഷ് ചെയ്യാൻ പാടുള്ളൂ. ഇട്ടതിന്റെ വെയിറ്റ് അല്ല കാണിക്കുന്നത്, ഇടാൻ പാടുള്ളൂ എന്ന് പറയുന്നതിന്റെ വെയിറ്റ് ആണ്. മനസ്സിലായോ? അതിന്റെ അടുത്തത് അതായത് 40C, അതായത് 40 ഡിഗ്രി ടെമ്പറേച്ചറിൽ ഈ പ്രോഗ്രാമിൽ നമുക്ക് ചൂടുവെള്ളത്തിൽ അലക്കാൻ പറ്റും. അതാണ് മെഷീൻ കാണിച്ചു തരുന്നത്. 30 ഡിഗ്രി പറ്റും, 40 ഡിഗ്രി പറ്റും, 60 ഡിഗ്രിയില്, 95 ഡിഗ്രിയില്. ചില പ്രോഗ്രാംസിൽ മെഷീൻ തന്നെ ലിമിറ്റേഷൻ ഉണ്ടായിരിക്കും. ഇപ്പൊ ഈ പ്രോഗ്രാമിൽ 40 ഡിഗ്രി ടെമ്പറേച്ചറിലായിരിക്കും മെഷീൻ അലക്കുന്നത്. ഇപ്പൊ നമുക്ക് ടെമ്പറേച്ചർ വേണ്ട, ചൂടുവെള്ളത്തിൽ അലക്കണ്ട, പച്ചവെള്ളത്തിൽ അലക്കിയാൽ മതി, അല്ലെങ്കിൽ കുറഞ്ഞ ചൂടിൽ മതി, അല്ലെങ്കിൽ കൂടുതൽ ചൂടിൽ മതി. അങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം മെഷീൻ ഓട്ടോമാറ്റിക്കലി തിരഞ്ഞെടുക്കുന്നത് 40 ഡിഗ്രിയാണ് ഈ പ്രോഗ്രാമിന്. അപ്പൊ നമുക്കിപ്പം 40 എന്നുള്ളത് 60 ഡിഗ്രി ആക്കാൻ പറ്റും. ടെമ്പറേച്ചർ എന്ന് പറയുന്ന സ്വിച്ച് ഉണ്ട് ഇവിടെ. അവിടെ നിൽക്കി കഴിഞ്ഞാൽ ടെമ്പറേച്ചർ മാറ്റാൻ പറ്റും. ഇപ്പൊ 40 എന്നുള്ളത് കോൾഡ് CLD എന്നാക്കി കഴിഞ്ഞാൽ പച്ചവെള്ളത്തിൽ അലക്കാൻ പറ്റും. 30 ഡിഗ്രി, 40 ഡിഗ്രി, 60 ഡിഗ്രി കോൾഡ്. ഓക്കെ, ഇതിന്റെ ഇടയ്ക്ക് കാണിക്കുന്നതാണ് പ്രീ വാഷ് എന്ന് പറയുന്നത്. അത് അലക്കുന്നതിന് തൊട്ട് മുമ്പ് ജസ്റ്റ് വെള്ളം എടുത്തൊന്ന് കഴുകണമെന്നുണ്ടെങ്കിൽ കൊടുക്കാൻ വേണ്ടിയുള്ള പ്രോഗ്രാംസ് ആണ്. P0C എന്ന് പറഞ്ഞാൽ പച്ചവെള്ളത്തിലായിരിക്കും അലക്കുന്നതിന് തൊട്ട് മുമ്പ് ജസ്റ്റ് വെള്ളത്തിൽ ആ ഡ്രസ്സിനെ ഒന്ന് ക്ലീൻ ചെയ്യുന്നത്. ഇപ്പൊ 30 ഡിഗ്രി പ്രീ വാഷ്, 30 ഡിഗ്രി ചൂടുവെള്ളത്തിൽ പ്രീ വാഷ്, ജസ്റ്റ് വെള്ളം എടുത്തൊന്ന് കഴുകണമെന്നുണ്ടെങ്കിൽ 30 ഡിഗ്രി ചൂടുവെള്ളത്തിൽ കഴുകിക്കോളൂ. അതിനാണ് ആ പ്രോഗ്രാം കൊടുത്തിരിക്കുന്നത്. അതിന്റെ അടുത്തത് P40, 60. പിന്നെ ഉള്ളത് കോൾഡ് എന്ന് പറഞ്ഞാൽ സാധാരണ പച്ചവെള്ളത്തിൽ അലക്കാൻ വേണ്ടിയുള്ളതിന്റെ. ഓക്കെ, പിന്നെ ഈ പ്രോഗ്രാമിൽ ഏറ്റവും അവസാനം കാണിക്കുന്ന 800 അല്ലെങ്കിൽ 1000 ഓരോ പ്രോഗ്രാമിൽ കാണിക്കുക. ഏറ്റവും അവസാനം കാണിക്കുന്ന RPM ആണ്. ഈ ഉണങ്ങുന്നതിന്റെ സ്പീഡിനെയാണ് പറയേണ്ടത്. RPM എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണങ്ങുന്നതിന്റെ സ്പീഡിനെയാണ്. അതിപ്പം 400 തൊട്ട് 1200 വരെയാണ് ഈ മെഷീന്റെ പറയുന്നത്. മെഷീൻ തന്നെ ഓട്ടോമാറ്റിക്കലി ഈ പ്രോഗ്രാം തിരഞ്ഞെടുക്കുന്നത് 800 RPM ആണ്. RPM കൂടുതൽ കൊടുക്കും തോറും ഡ്രൈ ആവുന്നതിന്റെ അളവ് കൂടും. ഓക്കെ, ഓട്ടോമാറ്റിക്കലി മെഷീൻ സെലക്ട് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ അതിൽ നിന്ന് മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ മാത്രം ഈ സ്പിൻ എന്ന് പറയുന്ന സ്വിച്ച് ഉപയോഗിച്ചാൽ മതി. മാറ്റം വരുത്തണ്ട എന്നുണ്ടെങ്കിൽ ഈ സ്പിൻ എന്ന് പറയുന്ന ഉപയോഗം സ്വിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല. അതിന്റെ അടുത്തത് ഇത്രയാണ് മെയിൻ ആയിട്ടും ഡിസ്പ്ലേയിൽ കാണിക്കുന്നത്. അതായത് AE, സമയവ്, kg, ടെമ്പറേച്ചർ, RPM. ഇതിങ്ങനെ മാറി മാറി ഡിസ്പ്ലേ കാണിക്കും. ഇപ്പൊ ഞാൻ ജസ്റ്റ് കോട്ടണിലോട്ട് ഇട്ടു. കോട്ടണിലോട്ട് ഇടുമ്പോൾ ആദ്യം കാണിക്കുന്നത് AE, രണ്ടാമത് സമയം കാണിക്കുന്നു. 8 കിലോ ഇട്ട് വാഷ് ചെയ്യാൻ പറ്റും. 40 ഡിഗ്രിയാണ് ചൂടുവെള്ളത്തിൽ അലക്കുന്നത്. 1000 RPM ഉണക്കി തരുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ചൂടുവെള്ളം വേണ്ട, ഈ പ്രോഗ്രാമിൽ ചൂടുവെള്ളം വേണ്ടെന്നുണ്ടെങ്കിൽ ടെമ്പറേച്ചറെ നെക്കി കോൾഡെന്നാക്കിയാൽ മതി. ഓക്കെ, RPM കൂട്ടണേലും കുറയ്ക്കണേലും സ്പിന്നേലും നിൽക്കാതെ. ഇത്രയാണ് മെയിൻ ആയിട്ട് ഉള്ളത്. ഇനി കുറച്ച് അഡീഷണൽ സ്വിച്ചുകളുടെ ഉണ്ട്. സ്റ്റീം, ടൈം സെർവർ, സോക്ക്. അതിലെ സ്റ്റീം എന്ന് പറഞ്ഞാൽ ഈ ആശുപത്രി കിടക്കുന്നവർ, അലർജി ഉള്ളവർ, എണ്ണമെഴുക്കുള്ളത്, കൊറോണ പേഷ്യൻസ്, അങ്ങനത്തെ ഉള്ളവരുടെ ഡ്രസ്സാണ് നമുക്ക് ഇടുന്നതെങ്കിൽ നമുക്ക് ഈ സ്റ്റീം എന്ന് പറയുന്ന വാഷിങ്ങിലൂടെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. അത് ജസ്റ്റ് അതിൽ ഈ 3-4 പ്രോഗ്രാമിൽ സ്റ്റീം വാഷ് ചെയ്യാൻ പറ്റുന്നതാണ്. ജസ്റ്റ് ഇതിൽ പ്രസ് ചെയ്താൽ മതി. ഇതാണ് സ്റ്റീമിന്റെ സിമ്പിള്. ഇതിപ്പോ ബ്ലിങ്ക് ചെയ്യുവാണ്. ജസ്റ്റ് പ്രസ് ചെയ്തപ്പോൾ അത് മാത്രം കത്തിയിരുന്നു. അതായത് ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ഇന്ന കാറ്റഗറി ഉള്ളവരുടെ ആണെങ്കിൽ മാത്രം നമുക്ക് സ്റ്റീം വാഷ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം സ്റ്റീമേ നിൽക്കാൽ മതി. അല്ലാത്തപ്പോൾ സ്റ്റീം ഓഫ് ചെയ്തിട്ടാൽ മതി. ഓക്കെ, സ്റ്റീം ഓഫ് ആയിരിക്കും. നമുക്ക് വേണമെങ്കിൽ ഓൺ ആക്കണമെങ്കിൽ ഇതിൽ ജസ്റ്റ് പ്രസ് ചെയ്യുമ്പോൾ ഈ സിമ്പിൾ കത്തിക്കും. പിന്നെ ഒരെണ്ണമാണ് ടൈം സെർവർ. ടൈം സെർവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടൈം നമുക്ക് ഇച്ചിരി കുറയ്ക്കാൻ വേണ്ടിയാണ്. അതായത് ഇട്ടിരിക്കുന്ന ഡ്രസ്സിൽ ഓവർ ചെളിയോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പൊ നമുക്ക് ഈ കാണിച്ചിരിക്കുന്ന പ്രോഗ്രാമില് ടൈം എന്ന് പറയുന്നത് നമുക്ക് ടൈം കുറയ്ക്കാൻ പറ്റും. 1:44 ഈ പ്രോഗ്രാമിൽ കാണിക്കുന്നത്. ഇപ്പൊ ഞാൻ ടൈം സെർവറെ നോക്കിയപ്പോൾ ഇവിടുത്തെ കത്തി സിമ്പിൾ കത്തി. അപ്പം ടൈം ഇവിടെ വേരിയേഷൻ വന്നു. എന്താ വെച്ചാൽ 1
46 എന്നുള്ളത് 1:36 മാറി. ഓക്കെ. പിന്നെ പറഞ്ഞാണ് വാം സോക്ക്. വാം സോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ മുക്കി വെക്കാൻ വേണ്ടി ലിക്വിഡ് ഒഴിക്കുന്നുണ്ടല്ലോ സോക്കിങ്ങിന് വേണ്ടി. അപ്പൊ മുക്കി വെക്കാൻ വേണ്ടി ലിക്വിഡ് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ വാം സോക്ക് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യണം. ഓക്കെ. അപ്പോൾ നമുക്ക് ടെമ്പറേച്ചർ ഒരു 30 ഡിഗ്രി അല്ല 40 ഡിഗ്രി ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ വാം സോക്ക് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം വാം സോക്ക് എന്നുള്ളത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇട്ടിരിക്കുന്ന ഡ്രസ്സ് മുക്കിയും കൂടെ വെക്കണം എന്നുള്ളതുകൊണ്ടാണല്ലോ നമ്മളിവിടെ ലിക്വിഡ് ഒഴിക്കുന്നത്. അപ്പം ഒഴിച്ചു കഴിഞ്ഞാൽ വാം സോക്ക് എന്നുള്ള ഓപ്ഷൻ കൂടെ സെലക്ട് ചെയ്തിട്ടേ സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ. ഇതാണ് മെയിൻ ആയിട്ട് ഇതിന്റെ ഡെമോ വരുന്നത്. ഇതില് ഇട്ടിരിക്കുന്ന ഡ്രസ് പവർ ഓൺ ആക്കുക. ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ഏതാണോ അതിനനുസരിച്ചുള്ള പ്രോഗ്രാം സെലക്ട് ചെയ്യുക. ടെമ്പറേച്ചർ കോൾഡ് ആക്കണേ കോൾഡ് ആക്കാം. RPM ചേഞ്ച് ചെയ്യണേ ചേഞ്ച് ചെയ്യാം. സ്റ്റീം വേണമെങ്കിൽ യൂസ് ചെയ്യാം. ടൈം സെർവ് എന്ന് പറഞ്ഞാൽ ടൈം കുറയ്ക്കാൻ വേണ്ടി. ഏറ്റവും അവസാനത്തെ വാം സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ മുക്കി വെക്കാൻ വേണ്ടി ലിക്വിഡ് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ മുക്കി വെക്കേണ്ട ഡ്രസ്സാണ് വെച്ചിരിക്കുന്നതെങ്കിൽ മാത്രം വാം സ്റ്റോക്ക് കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ കൊടുക്കണ്ട. ഏറ്റവും ലാസ്റ്റ് സ്റ്റാർട്ട് കൂടെ ചെയ്യാം. ഓക്കെ. സ്റ്റോപ്പ് ചെയ്തു.